ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 3 ആണ്, ജലം നിത്യജീവിതത്തിൽ. നമുക്ക് സമയം കളയാതെ ചാപ്റ്ററിലേക്ക് പോകാവേ. നോക്കി, ജലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിറമില്ല, വ്യാപ്തമുണ്ട്, മണമില്ല, ജലത്തിന് എടുക്കുന്ന പാത്രത്തിന്റെ ആകൃതിയായിരിക്കും അല്ലേ. ഇനി ജലത്തിൽ ലയിക്കുന്നവ, ജലത്തിൽ ലയിക്കാത്തവ. എന്തൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്നവ? അതെ, പഞ്ചസാര, ഉപ്പ്, തുരിശ്, അപ്പക്കാരം, സോപ്പ് പൊടി, അതുപോലെ തന്നെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഇതെല്ലാം എന്താണ്? ജലത്തിൽ ലയിക്കുന്നവയാണ്. ഇനി ജലത്തിൽ ലയിക്കാത്തവയോ? മെഴുക്, വിനാഗിരി, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, കർപ്പൂരം, പെട്രോൾ, ഇതൊക്കെ എന്താണ്? ജലത്തിൽ ലയിക്കാത്തവയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ഓരോ സാധനങ്ങളാണ്. അപ്പം അറിയാം ജലത്തിൽ ലയിക്കുന്ന ഏതാണ്, ലയിക്കാത്തവ ഏതൊക്കെയാണ് നമുക്ക് കണ്ടറിയാൻ നോക്കിക്കോണം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ജലത്തിൽ ലയിക്കുന്നവയാണ്. ലയിക്കാത്തവ കർപ്പൂരം, പെട്രോള്, വെളിച്ചെണ്ണ, മണ്ണെണ്ണ, വിനാഗിരി, മെഴുക് ഒക്കെയാണ്. ഇനി വാതകങ്ങൾ ജലത്തിൽ ലയിക്കുന്നു. അതിനൊരു ഉദാഹരണമായില്ലേ നമ്മുടെ സോഡാ വെള്ളം. അതെ, വാതകങ്ങൾ ജലത്തിൽ ലയിക്കുന്നു. നോക്കി, ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജൻ ആണ് അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജൻ ആണ് അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ശ്വസിക്കുന്നത്. സോഡ ഉണ്ടാക്കാൻ ജലത്തിൽ ലയിപ്പിക്കുന്ന വാതകം ഏതാ? അതെ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോഡ ഉണ്ടാക്കാൻ ജലത്തിൽ ലയിപ്പിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. സോഡാ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? സോഡാ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ ഉണ്ടാകുന്നതിന് കാരണം സോഡാ കുപ്പി തുറക്കുമ്പോൾ ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നു. അതാണ് കുമിളകൾ ഉണ്ടാകാൻ കാരണം. ഇനി നമുക്ക് കുറച്ച് ലായനികൾ നോക്കാം. നോക്കി, ലായനി, ലീനം, ലായകം. എന്താ ഈ ലായനി എന്ന് പറയുന്നത്? പഞ്ചസാര ലായനിയുണ്ട്, സോഡ, നാരങ്ങ വെള്ളം, ഉപ്പ് ലായനി, ഇങ്ങനെ ലായനികളുണ്ട് ഇല്ലേ. ഈ ലായനികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ലീനവും ലായകവും കൂടി ചേരുമ്പോഴാണ് ലായനി ഉണ്ടാകുന്നത്. ലീനം എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചസാര, കാർബൺ ഡൈ ഓക്സൈഡ്, നാരങ്ങ നീര്, പഞ്ചസാര, ഉപ്പ്, അങ്ങനെ ഈ ലായകത്തിൽ ചേരുന്ന പദാർത്ഥങ്ങളെയാണ് എന്തെന്ന് ലീനം എന്ന് പറയുന്നത്. ലായകം എന്താണ്? എന്തിലാണോ ഈ പദാർത്ഥങ്ങൾ മിക്സ് ആക്കുന്നത് അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിക്കുന്നത്, അതാണ് ലായകം. വെള്ളമാണില്ലേ, വെള്ളത്തിൽ പഞ്ചസാര കൂടി ചേരുമ്പോഴത്തേക്ക് അതെ പഞ്ചസാര ലായനി ഉണ്ടാകുന്നു. വെള്ളം എന്ന ലായകത്തിൽ ലീനമായ കാർബൺ ഡൈ ഓക്സൈഡ് ചേരുമ്പോഴാണ് ലായനിയായ സോഡ ഉണ്ടാകുന്നത്. ഓക്കെ, ലായകമായ വെള്ളത്തിൽ നാരങ്ങാനീരും പഞ്ചസാരയുമായ ലീനം ചേരുമ്പോഴാണ് നാരങ്ങാ വെള്ളം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ഉപ്പിൻ്റെതും. ലായകമായ വെള്ളത്തിൽ ലീനം എന്ന ഉപ്പ് ചേരുമ്പോൾ ലായനി, ഉപ്പ് ലായനി ഉണ്ടാകുന്നു. ഓക്കെ, ലയിച്ചു ചേരുന്ന വസ്തുവാണ് എന്ത്? ലീനം അഥവാ സൊല്യൂട്ട്. ലയിച്ചു ചേരുന്ന വസ്തുവാണ് ലീനം. ഇതുണ്ടോ, ലായകത്തിൽ ലയിച്ചു ചേരുന്ന വസ്തു, ആ പദാർത്ഥമാണ് എന്ത്? ലീനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലീനം എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവാണ് ലായകം അഥവാ സോൾവെന്റ്. ലീനം എന്തിലാണോ ലയിച്ചു ചേരുന്നത്, ലീനം ഈ പഞ്ചസാര എന്തിലാ ലയിച്ചു ചേരുന്നത്? വെള്ളത്തില്, അതാണ് ലായകം. ലീനം എന്തിലാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവാണ് ലായകം അഥവാ സോൾവെന്റ്. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി അഥവാ സൊല്യൂഷൻ. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നത്, അപ്പൊ ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ ലായനി. വെള്ളത്തിൽ പഞ്ചസാര ലയിച്ചുണ്ടായതാണ് പഞ്ചസാര ലായനി. ഓക്കെ, ഇനി ചക്ക, പശ, ടാറ് എന്നിവ പറ്റിപ്പിടിച്ചാൽ വെള്ളം കൊണ്ട് കഴുകി കളയാൻ ആകത്തില്ല. വെള്ളം കൊണ്ട് കഴുകി കളയാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണ്? നോക്കിയേ, ചക്കപ്പശ, ടാറ് എന്നിവ ജലത്തിൽ ലയിക്കില്ല. അതിനാൽ ഇവ നീക്കം ചെയ്യാൻ വെളിച്ചെണ്ണ, മണ്ണെണ്ണ പോലുള്ള വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ചക്കപ്പശയും ടാറും ഒന്നും എന്താ, നമ്മൾ വീട്ടിലാണെങ്കിലും ഇല്ലേ കത്തിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ചക്കപ്പശ വെള്ളം കൊണ്ട് കഴുകിയാൽ പോവോ? ഇല്ല. അപ്പം നമ്മൾ മണ്ണെണ്ണയോ വെളിച്ചെണ്ണയോ ഒക്കെ വീട്ടിലുള്ളവർ തേക്കുന്നതാണ്. എന്തിനാണ്? അത് ജലത്തിൽ ലയിക്കില്ല. അതുകൊണ്ടാണ് എന്താണ് ചക്കപ്പശയും ടാറോ എന്നിവ പറ്റിപ്പിടിച്ചാൽ വെള്ളം കൊണ്ട് കഴുകി കളയാൻ ആകാത്തത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ബോൾ പേനകളുണ്ടല്ലോ, ഈ ബോൾ പേനയിലെ മഷി നമ്മുടെ വസ്ത്രത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ കുറെ പറ്റിയിട്ടുണ്ടല്ലേ. അപ്പൊ മഷി വസ്ത്രത്തിൽ പുരണ്ടാൽ അത് നീക്കം ചെയ്യുന്ന മാർഗം എങ്ങനെയാണ്? ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സാനിറ്റൈസർ, ഹെയർ സ്പ്രേ, ബേക്കിംഗ് സോഡ, വിനാഗിരി, നാരങ്ങാ നീര് തുടങ്ങിയവ ഉപയോഗിച്ച് നീക്കം ചെയ്യാം. ഓക്കെ, അപ്പൊ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള സാനിറ്റൈസർ, ഹെയർ സ്പ്രേ, ബേക്കിംഗ് സോഡ, വിനാഗിരി, നാരങ്ങാ നീര് തുടങ്ങിയവ ഉപയോഗിച്ച് നീക്കം ചെയ്യാം. നോക്കിയേ, വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ഒന്നും ലയിക്കില്ല. അപ്പൊ എണ്ണ ഇതില്ല. അപ്പൊ വെള്ളത്തിൽ ലയിക്കുന്ന എന്താണ്? ഈ പറഞ്ഞ വസ്തുക്കളിലൊന്നും ലയിക്കില്ല. ഇനി
ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ ജലത്തെ എന്തെന്നാ പറയുന്നത്? അതെ, സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നു. ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ ജലത്തിനെ എന്തെന്ന് പറയുന്നു? സാർവിക ലായനം അഥവാ യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നു. വസ്തുക്കളുടെ ലയന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കിയാലോ. ഊഷ്മാവ് വസ്തുക്കളുടെ ലയന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഒന്ന് ഊഷ്മാവ്, പിന്നെ പ്രതല വിസ്തീർണം, പിന്നെ പദാർത്ഥത്തിന്റെ സ്വഭാവം. പദാർത്ഥം ലീനം നമ്മൾ നേരത്തെ കണ്ടില്ലേ, മറ്റേ പഞ്ചസാര അങ്ങനെയുള്ള ഇത്. അപ്പം ആ പദാർത്ഥത്തിന്റെ സ്വഭാവം. അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്ന എന്താണ്? അസാധാരണ സംയുക്തം എന്നറിയപ്പെടുന്നതാണ് ജലമാണ്. ജലത്തെ പറ്റിയുള്ള പഠനമാണ് ഹൈഡ്രോളജി. ജലത്തെ പറ്റിയുള്ള പഠനമാണ് ഹൈഡ്രോളജി. ലോക ജലദിനം എന്നാണ്? അതെ, മാർച്ച് 22 ലോക ജലദിനം മാർച്ച് 22. ദേശീയ ജലദിനമോ? ദേശീയ ജലദിനം ഏപ്രിൽ 14 ജലത്തിന്റെ ഖരാവസ്ഥയാണ് എന്ത്? ഐസാണ് ജലത്തിന്റെ ഖരാവസ്ഥ. വെള്ളത്തിന്റെ വാതക അവസ്ഥയാണ് എന്ത്? നീരാവി, വേപ്പർ. നീരാവിയാണ് വെള്ളത്തിന്റെ വാതക അവസ്ഥ. ഇനി ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥയിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് എന്ത്? ജലം. അതെ, ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥയിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഒരു ഏക പദാർത്ഥമാണ് എന്ത്? ജലം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ഇത് ചെറുകണികകൾ എന്നാ കേട്ടോ, മിസ്റ്റേക്ക് വന്നതാണ്. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിന് എന്തു പറയുന്നു? ബാഷ്പീകരണം എന്ന് പറയുന്നു. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിന് എന്തു പറയുന്നു? ബാഷ്പീകരണം, വേപ്പറൈസേഷൻ എന്ന് പറയുന്നു. ചൂടാകുമ്പോൾ ബാഷ്പീകരണ തോത് എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. നമുക്കറിയാലേ, തിളയ്ക്കും തോറും ചൂടാകും തോറും എന്താണ്? നീരാവി ഭയങ്കരമായിട്ട് പറക്കുന്ന, നമ്മള് വീട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ കാണൂലേ? അപ്പൊ എന്താണ്? ചൂടാകുമ്പോൾ ബാഷ്പീകരണ തോത് വർദ്ധിക്കുന്നു. വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിന്റെ ഒരു സവിശേഷതയാണ്. എന്ത് ഈ വിധാനം പാലിക്കാന്ന് ഉദ്ദേശിച്ചത്? അതെ, ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പ് താഴുന്നു. അതുപോലെ തന്നെ വ്യവസായശാലകൾ നിയന്ത്രണമില്ലാതെ ജലം എടുക്കുന്നത് ആ പ്രദേശത്തെ ജലലഭ്യത കുറയ്ക്കുന്നു. അതായത് ഇപ്പം ജലാശയങ്ങളൊക്കെ വറ്റുക, ഇപ്പം തോട്, കുളം ഇതൊക്കെ വറ്റുമ്പോൾ എന്താണ്? സമീപത്തെ വീടുകളിലെ കിണറുകളിലെ ജലനിരപ്പ് എന്ത് ചെയ്യുന്നു? അതേപോലെ താഴുന്നു. അപ്പൊ അവിടെ താഴുമ്പോൾ ഇവിടെയും താഴുന്നു. അതുപോലെ തന്നെയാണ് വ്യവസായശാലകൾ അനിയന്ത്രിതമായിട്ട് ജലം ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്കും എന്താണ്? പ്രദേശത്തെ ജലലഭ്യത അവർ ഊറ്റിയെടുക്കുകയാണല്ലേ. അപ്പൊ അവിടുത്തെ എല്ലാം എന്താണ്? ജലലഭ്യത കുറയുന്നു. അതാണ് ഈ വിധാനം പാലിക്കാവുന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി മഴത്തുള്ളി രൂപപ്പെടുന്നത് എങ്ങനെയാണ്? നോക്കി, ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ നീരാവി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു, പിന്നീട് തണുത്ത മഴമേഘങ്ങളായി മാറുന്നു. അവിടെ വെച്ച് ചെറുകണികകൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെയാണ് മഴത്തുള്ളികൾ രൂപപ്പെടുന്നത്. ഓക്കെ, ഇനി ഭൂമിയിലെ പ്രധാന ജലശേഖരമാണെന്ത്? നമ്മുടെ കടല്. ഭൂമിയിലെ പ്രധാന ജലശേഖരമാണ് കടല്. കടൽ ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കുന്ന ഒരു മാർഗമാണെന്ത്? റിവേഴ്സ് ഓസ്മോസിസ്. കടൽ ജലത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളം ഉണ്ടാക്കുന്ന ഒരു മാർഗമാണെന്ത്? റിവേഴ്സ് ഓസ്മോസിസ്. എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? റിവേഴ്സ് ഓസ്മോസിസിൽ ലയിച്ചു ചേർന്ന ലവണങ്ങൾ ഒഴിച്ചുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്ത ശേഷം ഉപ്പുജലത്തെ അർദ്ധധാര്യ സ്ഥലത്തിലൂടെ കടത്തിവിട്ട് ലവണങ്ങളെ വേർതിരിക്കുന്നു. ഇതിന്റെ pH ക്രമീകരിച്ച ശേഷമാണ് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഞാനൊരു പിക്ചർ എടുത്തു വെച്ചിട്ടുണ്ട്, ഗൂഗിൾ പിക്ചർ. റിവേഴ്സ് ഓസ്മോസിസ്, ഇത് സോൾട്ട് വാട്ടർ ആണ്, ഉപ്പുജലമാണ്. ഈ ഉപ്പുജലം ഒരു അർദ്ധധാര സ്ഥലത്തിലൂടെ ഇത് കടത്തി വിടുകയാണ്. അന്നേരം പ്യുവർ വാട്ടർ ആയിട്ട് കിട്ടും. അതിനുശേഷം ഇതിന്റെ pH ഒക്കെ ക്രമീകരിച്ചതിന് ശേഷമാണ് കുടിവെള്ളമായിട്ട് കിട്ടുന്നത്. അപ്പൊ റിവേഴ്സ് ഓസ്മോസിസ് മനസ്സിലായല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ പാഠഭാഗത്തിൽ നിന്നുള്ളത്. ഇതുവരെ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.